നമുക്കിന്ന് ട്രിവാൻഡ്രം സിറ്റി റൈഡ് പോയി വന്നാലോ? ട്രിവാൻഡ്രം കാണാൻ വരുന്നവര് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് KSRTC ബസിന്റെ സിറ്റി റൈഡ്. പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് ഈ വീഡിയോ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. സിറ്റി റൈഡ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. അപ്പർ സീറ്റർ ആണോ ലോവർ സീറ്റർ ആണോ എന്നത് ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പർ സീറ്ററിന് 200 രൂപയും ലോവർ സീറ്ററിന് 100 രൂപയുമാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പർ സീറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ റൈഡ് തുടങ്ങുമ്പോൾ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണിച്ച് ഈസ്റ്റ് ഫോർട്ട് വഴി പഴവങ്ങാടിയൊക്കെ കണ്ട് നേരെ ഓവർ ബ്രിഡ്ജ് MG റോഡ് വഴിയാണ് യാത്ര. പണ്ടൊക്കെ ഈ റോഡിന് ഇരുവശവും കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളായിരുന്നു. ഇപ്പോൾ ആകെ മാറി. എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളും. മാറാത്തത് പ്രൗഢിയോടെ നിൽക്കുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരവുമാണ്. അതും കണ്ട് നേരെ യൂണിവേഴ്സിറ്റി കോളേജ് വഴി നമ്മുടെ സ്വന്തം പാളയം, തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഐക്കോണിക് പ്ലേസ്. പാളയം ഗണപതി ക്ഷേത്രവും പാളയം ജുമാ മസ്ജിദും പാളയവും പള്ളിയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലം. ഇതെല്ലാം കണ്ട് നേരെ നിയമസഭാ മന്ദിരവും കണ്ട് LMS പള്ളിയും കണ്ട് നമ്മൾ കോർപ്പറേഷൻ കാര്യാലയത്തിന് മുന്നിലൂടെ മ്യൂസിയവും കണ്ട് കനകക്കുന്നും കണ്ട് നേരെ വെള്ളയമ്പലം വഴി രാജ്ഭവനൊക്കെ കണ്ട് നേരെ കൗടിയാർ ജംഗ്ഷനിലേക്ക് പോകും. കൗടിയാർ കൊട്ടാരത്തിന് മുന്നിൽ ബസ് തിരിക്കും. അവിടുന്ന് തിരിച്ച് വന്ന വഴി തന്നെ വെള്ളയമ്പലം വഴി പാളയത്തേക്ക് പോയി പാളയം പള്ളി കഴിഞ്ഞ് നേരെ ശംഖുമുഖത്തേക്ക് പോകും. പോകും വഴിയൊക്കെ സുരക്ഷാ മേഖലയൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ മൊബൈൽ റെക്കോർഡിംഗ് പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട്. ശംഖുമുഖത്ത് നിന്ന് തിരിച്ചു വന്ന് ഹൈവേയിൽ കൂടെ കയറി നേരെ ലുലു മാളിലേക്കാണ് യാത്ര. നിങ്ങൾക്ക് യാത്ര ശംഖുമുഖം ബീച്ചിലോ ലുലു മാളിലോ മതിയാക്കി ഇറങ്ങാവുന്നതാണ്. കാഴ്ച കാണാൻ വേണ്ടി നേരെ ഫ്രണ്ടിൽ പോയി ഇരിക്കരുത്. കണ്ണാടി കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി ചൂടായിരിക്കും. കുറച്ച് പുറകിലേക്കിരുന്നാൽ കാറ്റും കിട്ടും, കാഴ്ചകളും കാണാം. സിറ്റിയിലൊക്കെ ബസ്സിൽ നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തലയ്ക്കുമീതെ പോകുന്ന കേബിളുകളിൽ തട്ടാതെ ശ്രദ്ധിക്കുക. ബസ്സിലെ കണ്ടക്ടർ വഴികളും സ്ഥലങ്ങളുമൊക്കെ പറഞ്ഞു തരും. കൂടെയുള്ള യാത്രക്കാരും വൈബുള്ള ആൾക്കാരാണെങ്കിൽ യാത്ര അടിപൊളിയായിരിക്കും. അങ്ങനെ അവസാനം നമ്മൾ ലുലു മോളിലെത്തി. ചിലർ അവിടെ ഇറങ്ങി, മറ്റുള്ളവർ യാത്രാവസാനം വരെ ഉണ്ടായിരുന്നു. ബസ് നേരെ ആക്കുളം കായലൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഈഞ്ചയ്ക്കൽ വഴി ഈസ്റ്റ് ഫോർട്ടിലെത്തും. 1.25 മണിക്കൂറിൻ്റെ മൊത്തം യാത്ര. പക്ഷേ നഗരത്തിൻ്റെ തിരക്കൊക്കെ കാരണം 2 മണിക്കൂർ എന്തായാലും എടുക്കും. ഞങ്ങൾ എടുത്തത് 5 മണിയുടെ ട്രിപ്പാണ്. വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ട് എടുക്കുന്ന ട്രിപ്പാകുമ്പോൾ അധികം ചൂടുമുണ്ടാവില്ല. നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളും കാണാം. വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ സിറ്റി റൈഡുകളുണ്ട്. ബുക്ക് ചെയ്യാൻ പാടുപെടണ്ട. KSRTCയുടെ സൈറ്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്നും ടു ഈസ്റ്റ് ഫോർട്ട് എന്നും സെർച്ച് ചെയ്താൽ മതി. യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി ബസ്സിൽ നിന്നിറങ്ങി നോക്കിയപ്പോഴേക്കും ബസ് അതാ അടുത്ത റൈഡിന് റെഡിയായി നിൽക്കുന്നു. ഇതാരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ മറക്കാതെ ഇതിലൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിച്ചു പോവുക. എൻജോയ്.